ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് അരിയുണ്ടയാണിത്. അരി വെച്ചിട്ട് അരി, തേങ്ങ, ശർക്കര ഇത്ര ഐറ്റംസ് വെച്ചിട്ട് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ വൈകുന്നേരമൊക്കെ ഇപ്പോൾ കുട്ടികൾ വീട്ടിലുള്ളതല്ലേ, നമ്മളിതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ. ഇതൊക്കെ പണ്ടുള്ള പലഹാരങ്ങളാട്ടോ ശരിക്കും. അവലൂസുണ്ട, അരിയുണ്ട, എള്ളുണ്ട, അങ്ങനെ ഒത്തിരി നാടൻ പലഹാരങ്ങളുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടി കടയിൽ പോവാം, ഫ്രൈഡ് ഐറ്റംസ് വാങ്ങിക്കുക, അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കും. ഇപ്പോൾ വെക്കേഷൻ അല്ലേ, അപ്പോൾ അവർ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അവർ ഇത് എത്ര വേണേലും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുക്കേണ്ടത് മട്ടയരിയാണ്. നമ്മൾ ചോറുണ്ടാക്കുന്ന റൈസ് ഇല്ലേ, ആ അരി വേണം കേട്ടോ എടുക്കാനായിട്ട്. അതിപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു സ്റ്റെയിനറിൽ ആ വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെക്കുക കേട്ടോ. അതിനുശേഷം ഒരു പാനിലിട്ടിട്ട് നമ്മൾ ഈ അരി വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുക്കുമ്പോൾ അത് നന്നായിട്ട് പൊട്ടും. അരി നന്നായിട്ട് പൊട്ടി അതൊരു വെള്ള കളറാവും കേട്ടോ അരി. അതുവരെ നമ്മൾ ഒന്ന് വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മളിത് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതുണ്ടാക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ. കാരണം ആ അരി ഒന്ന് വറുത്ത് വരണം, അത് മാത്രമേ ടൈം എടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഈസിയാണ് കേട്ടോ. ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പം നാളികേരം ചിരകിയത്, ഒരു മുറി നാളികേരം ചിരകിയത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഒരുപാട് അങ്ങ് വറുത്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് ആ വെള്ളം വലിയണ വരെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ശർക്കര പാനി എന്ന് പറയുമ്പോൾ ഒരു വലിയ കട്ട ശർക്കര എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര അലിയിച്ചെടുത്തു. അതിൽ നിന്നിട്ട് ഒരു 2 കപ്പ്, നമ്മൾ ചായ കുടിക്കുന്ന കപ്പില്ലേ, അതിൽ 2 കപ്പ് ശർക്കര മാത്രം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മൊത്തത്തിലൊന്ന് നനയണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് എത്രത്തോളം വേണമെന്ന് മനസ്സിലാവും. ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന ശർക്കര പാനി കറക്റ്റാണ് കേട്ടോ. ഇത് ഇത്രയും ഡാർക്കായിട്ടിരിക്കുന്ന ആ ശർക്കര ഡാർക്ക് കളർ ആയതുകൊണ്ടാണ് കറക്റ്റ് മധുരമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. കൂടുതൽ ഇത് കറക്റ്റ് മധുരമായിരിക്കും. ഇതിൽ കൂടുതൽ ഒഴിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ്, നമ്മൾ മെൽറ്റ് ചെയ്യാത്ത നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു തരി, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ആ ശർക്കര പാനി നന്നായിട്ട് വലിയും വരെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കത് മനസ്സിലാവും ആ കയ്യിൽ നിന്നൊക്കെ ഒരു വിട്ട് വരുന്ന പാകം. ആ പാകമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി കേട്ടോ. ഈ ഒരു പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് തണുത്ത് പോകേണ്ട, ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാം കേട്ടോ. എന്നാലേ നമുക്ക് ആ ഷേപ്പിൽ അത് കിട്ടുള്ളൂ. അതുപോലെ ശർക്കര പാനി ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവാതെ നോക്കണം. അപ്പം നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഈ ഒരു ഭാഗം കറക്റ്റാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തിൽ തന്നെ നമ്മളത് ഓഫ് ചെയ്തിട്ട് ചെറിയ ഉരുളകളായിട്ടോ അല്ലെങ്കിൽ വലിയ ഉരുളകളായിട്ടോ ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്